തെനാലി രാമൻ ഒരിക്കൽ ഒരു യാത്രയ്ക്കിറങ്ങി. ഒരു കാട്ടുപ്രദേശത്ത് കൂടിയായിരുന്നു പോകേണ്ടിയിരുന്നത്. കാട് തുടങ്ങുന്നിടത്തെത്തിയപ്പോൾ കള്ളന്മാരുള്ള ആ കാട്ടിലൂടെ പോകുവാൻ ഭയപ്പെട്ടിരുന്ന മറ്റൊരു യാത്രക്കാരൻ അദ്ദേഹത്തോടൊപ്പം കൂടി. അവർ ഇരുവരും കൂടി യാത്ര ചെയ്ത് കാടിൻ്റെ മറുപുറത്തെത്തി. അവിടെയുള്ള വഴിയമ്പലത്തിലെ ഒരു മുറിയിൽ അന്ന് ഇരുവരും രാപ്പാർത്തു. ഇതിനിടയിൽ എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങിയ മറ്റേ യാത്രക്കാരൻ തിരികെ വന്നപ്പോഴേക്കും തെനാലി രാമൻ ഉറങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ ആ യാത്രക്കാരൻ ഒരു കള്ളനായിരുന്നു. അയാൾ പണമോ സ്വർണമോ വിലപിടിപ്പുള്ള മറ്റു വല്ലതുമോ ലഭിക്കുമെന്ന് കരുതി തെനാലി രാമൻ്റെ വക എല്ലാ ഭാണ്ഡങ്ങളും പരിശോധിച്ചു. ഒന്നും ലഭിച്ചില്ല. നിരാശനായ അയാൾ അല്പം പണം പോലും ഇല്ലാതെയാണോ ഈ മനുഷ്യൻ യാത്രയ്ക്കിറങ്ങിയത് എന്ന് ചിന്തിച്ച് അവസാനം ഉറക്കം പിടിച്ചു. പുലർച്ചയ്ക്ക് തന്നെ തെനാലി രാമൻ ഉണർന്നു. മറ്റേ യാത്രക്കാരനെ വിളിച്ചുണർത്തി. അയാളുടെ തലയിണക്കീഴിൽ നിന്നും തൻ്റെ പണസഞ്ചി എടുത്ത് ഭാണ്ഡത്തിൽ നിക്ഷേപിച്ചു. എന്നിട്ട് അയാളോട് ചോദിച്ചു, രാത്രി വളരെ നേരം ഇതിനുവേണ്ടി അന്വേഷിച്ച് കാണുമല്ലേ? നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഒരു കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതിനാൽ എൻ്റെ പണം സൂക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. അതിന് ഏറ്റവും യോജിച്ച മാർഗം ഇതായിരുന്നു. ആ കള്ളൻ ഇളിഭ്യനായി നിന്നുപോയി. കള്ളന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തെനാലി രാമന് നന്നായി അറിയാമായിരുന്നു. ഓരോ സാഹചര്യത്തിലും ഉചിതമായ വിധം പ്രവർത്തിക്കാൻ ആവശ്യമായ ജ്ഞാനം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പലപ്പോഴും നാം അപകടത്തിൽ അകപ്പെടാം. കുറേയേറെ അറിവുകൾ സമ്പാദിക്കുന്നത് കൊണ്ട് യഥാർത്ഥ ജ്ഞാനിയാകണമെന്നില്ല. ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പ്രതികരിക്കണമെന്നറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. സാഹചര്യങ്ങളെ കൂലങ്കഷമായി നിരീക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ ജ്ഞാനം സമ്പാദിക്കാൻ ആവൂ. എന്തിനാണ് നമുക്ക് ജ്ഞാനം? ജീവിതം ധന്യവും ശ്രേഷ്ഠവുമാക്കി തീർക്കുക എന്നതാണ് ജ്ഞാനം കൊണ്ട് സാധ്യമാകേണ്ടത്. എത്രമാത്രം കുഴഞ്ഞ സാഹചര്യങ്ങളെയും നിയന്ത്രണത്തിലാക്കി തീർക്കുവാൻ കഴിയുന്നതാണ് ജ്ഞാനം. സാഹചര്യങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എത്രമാത്രം ജ്ഞാനമുണ്ടായിരുന്നാലും എന്താണ് പ്രയോജനം? ഈ ലോകത്തിൽ നാം ഓരോരുത്തരും നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചേ മതിയാവൂ. അവയെല്ലാം വിജയകരമായി പ്രതിരോധിക്കുവാൻ സാധ്യമാകണം. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ ജീവിതം തകർന്നു പോകുന്നുവെങ്കിൽ അതുവരെയും പ്രതിസന്ധികളെ അതിജീവിച്ചു എന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിനാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ആവശ്യമായ കരുത്ത് ആർജിക്കുന്നതാണ് ജ്ഞാനം. ഇത് നമുക്ക് സ്വയമായി സാധ്യമാക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാത്തിനും മതിയായവനായ ദൈവത്തിൽ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായ ജ്ഞാനം ദൈവം നൽകും.